പരലോകമെന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത്, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ മാനസികമായ നിലനിൽപ്പിനും അസ്തിത്വത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നാണ്. പിന്നെ ഇതിനോടൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ വിമർശനങ്ങളും എതിർപ്പും ഉന്നയിച്ച് അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത് എന്തുകൊണ്ട്? അതിനൊന്നും വലിയ ഉത്തരം തേടി നമ്മൾ അലയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വായിക്കുമോനെ, പഠിക്കുമോനെ, പരീക്ഷ വന്നിട്ടില്ലേ, എന്തൊക്കെ പറയലുണ്ട്. കളിക്കുമ്പോൾ അങ്ങനെ ഓടല്ല മോനെ, അവിടെ ചാടല്ല മോനെ, എന്തൊക്കെ പറയില്ല നമ്മൾ കുട്ടികളോട്. കുട്ടികളെ വല്ലതും കേൾക്കലുണ്ടോ? വളരെ അപൂർവ കുട്ടികൾ കേൾക്കൽ. എന്താ കേൾക്കാത്തത്? നമുക്ക് ഉറപ്പല്ലേ 100% ആ കുട്ടിക്ക് ഗുണമുള്ള കാര്യമാണ് നമ്മൾ പറയണത്, 100% നമുക്ക് ഉറപ്പാണ്. ഇതെന്താ കുട്ടി കേൾക്കാത്തത്? ആ കുട്ടിക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അവൻ്റെ ചില ദേഹേച്ഛകളുണ്ട്. അവന് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളെക്കാളും പ്രധാനം അവൻ്റെ കളിയാണ്, അവൻ്റെ തമാശകളാണ്, അവൻ്റെ വിനോദങ്ങളാണ്, അവൻ്റെ കളിപ്പാട്ടമാണ്, അവൻ്റെ സൈക്കിളാണ്, അവൻ്റെ ഗെയിമാണ്. അതാണ് അവൻ ഏറ്റവും പ്രധാനം. നമ്മൾ പറയുന്നത് പ്രസക്തമല്ലാഞ്ഞിട്ടോ അത് അവൻ്റെ ഉപകാരത്തിന് വേണ്ടി അല്ലാഞ്ഞിട്ടോ അത് സ്വീകരിച്ചില്ലെങ്കിൽ അപകടം പറ്റുമെന്ന് എന്നതിനെ എതിർത്തിട്ടോ ഒന്നുമല്ല. അവനിഷ്ടം ഇത്ര തന്നെയുള്ള ഈ മതനിഷേധികൾക്കും ഈ നിസ്കരിക്കുക, ദീനനുസരിച്ച് ജീവിക്കുക, ലഹരി ഉപേക്ഷിക്കുക, വ്യഭിചാരം ഉപേക്ഷിക്കുക, ഇതൊക്കെ പറഞ്ഞപ്പോൾ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിലൊക്കെ നിലനിൽക്കാൻ വേണ്ടി ചില ന്യായങ്ങൾ കണ്ടെത്തുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു മനുഷ്യത്വവും യാതൊരു നന്മയും ഈ കാര്യത്തിലില്ല.